ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മസാല ചപ്പാത്തിയാണ് നോക്കാൻ പോണത്. ഒരു സവോള നുറുക്കിയിട്ടുണ്ട്. മുഴുമല്ലിയും പെരുംജീരകം കൂടി ചതച്ചെടുക്കാം. ഞാൻ ചപ്പാത്തിക്ക് 1 കപ്പ് ആട്ട എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു പാനിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ഇല്ലേ, അത് ഇട്ട് ഒന്ന് എണ്ണ ഒഴിച്ച് വഴറ്റി കൊടുക്കാം. സവോള നുറുക്കിയത് ഇടാം. മല്ലിച്ചപ്പ് കുറച്ച് നുറുക്കിയിട്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു സ്പൂണ് കടലമാവ് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ചപ്പാത്തീൻ്റെ മുകളിൽ ആ ഫില്ലിങ്സ് വെച്ച് നന്നായി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കത്തിയെടുത്ത് നീളത്തിൽ വരഞ്ഞു കൊടുക്കാം. ഫോൾഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ എള്ളും മല്ലിയിലും കൂടി ഒന്ന് മുകളിലിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം ഫോഴ്സ് ഉപയോഗിക്കാതെ പരത്തി കൊടുക്കാം. നമ്മൾ ഈ ചപ്പാത്തീൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്സ് നമുക്ക് മാറി മാറി ട്രൈ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പൊട്ടാറ്റോ, കോളിഫ്ലവർ, ചീസ്, അങ്ങനത്തെ പനീർ എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ഏതാണ് ഇഷ്ടം അത് വെച്ച് ഫില്ല് ചെയ്ത് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇതൊക്കെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് തവ വെച്ച് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. തവ വെച്ചുകൊണ്ട് ചൂടായതിന് ശേഷം ഓരോ ചപ്പാത്തി ഇട്ട് നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 സൈഡും പുരട്ടിയിട്ട് ചുട്ടെടുക്കാം. ഈ ചപ്പാത്തി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ കെച്ചപ്പോ അതിൻ്റെ കൂടെയൊക്കെ നന്നായി ടേസ്റ്റായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് തൈരിൻ്റെ കൂടിയായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.